നമുക്ക് ടപ്പയെന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പൊന്ന് നന്നായി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തേക്ക് 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, അതിട്ട് കൊടുത്തു. പച്ചമുളക് ഒരു അര സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് സ്പിനാച്ചാണ്, ബേബി സ്പിനാച്ചാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനാവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം സ്പിനാച്ചും തക്കാളിയൊക്കെ ഒന്ന് വേവണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് എരിവിനായിട്ടുള്ള പച്ചമുളകോ എൻ്റെ കയ്യിൽ ഉണക്ക കാന്താരി ഉണ്ടായിരുന്നു, ഞാൻ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഉപ്പും അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തിളപ്പിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. നമ്മുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനാവശ്യമുള്ള ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്രത്തോളം ലൂസാവണോ അത്രത്തോളം ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് കടുക്, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉള്ളിയൊക്കെ ഈ സീസൺ ചെയ്യുന്നതിന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.